എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ പുലർച്ചയ്ക്ക് മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രഭാതത്തിൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഒരുമിച്ച് യേശുവിനെ കൊല്ലാൻ ആലോചിച്ച് നാടുവാഴിയായ റോമൻ അധികാരികൾ മുഖേന ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 24-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ ചേവകരും സംഘവും യേശുവിനെ പിടികൂടിയ ശേഷം ആദ്യം ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നും ഹന്നാവ് അവനെ ബന്ധിച്ച് കയ്യഫാവിന്റെ അടുക്കലേക്ക് അയച്ചു എന്നും നാം വായിക്കുന്നു. മത്തായി സുവിശേഷം 20-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പ്രവചിച്ചതുപോലെ തന്നെ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെട്ട ശേഷം മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കുമെന്ന പ്രവചനം നിവൃത്തിയാവാൻ തന്നെ യഹൂദമത നേതൃത്വം യേശുവിനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. റോമൻ ഭരണത്തിന്റെ കീഴിൽ പീലാത്തോസ് യഹൂദ്യയുടെ ഗവർണറും ക്രൂരനായ ഒരു ഭരണാധികാരിയുമായിരുന്നു എന്ന് ചരിത്രരേഖകളിലും വ്യക്തമാണ്. 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദാ കണ്ട് അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കിക്കൊണ്ടുവന്ന്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കെന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്ത്, ഇത് രക്തവിലയാകയാൽ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു കൂടിയാലോചിച്ച് പരദേശികളെ കുഴിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി. ആകയാൽ ആ നിലത്തിന് ഇന്നുവരെ രക്തനിലമെന്ന് പേർ പറയുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 19-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചാൽ അക്കൽദാമ എന്ന പേരിലാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത ആ പണം ഉപയോഗിച്ച് വാങ്ങിയ നിലം അറിയപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. ഇസ്രായേൽ മക്കൾ വിലമതിച്ചവന്റെ വിലയായ 30 വെള്ളിക്കാശ് അവർ എടുത്ത്, കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു എന്ന് നാം വായിക്കുന്നു. യേശുവിനെ അല്പധനത്തിനായി വഞ്ചന ചെയ്ത യൂദാസ് യേശു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് കേട്ടപ്പോൾ കുറ്റമറ്റവനെ ചതിച്ചു എന്ന ബോധ്യത്തോടെ തന്റെ പ്രവൃത്തിയിലെ ഭയാനകമായ തെറ്റ് കണ്ട് വലിയ ഖേദം അനുഭവപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. എന്നാൽ അവന്റെ മാനസാന്തരത്തിന്റെ സ്വഭാവം യഥാർത്ഥമായ ഒരു ആത്മീയ പരിവർത്തനം അല്ല എന്ന് വ്യക്തമാണ്. ശിഷ്യനായിരുന്ന പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞിട്ടും ഹൃദയത്തിൽ ദുഃഖിച്ച് തിരിച്ചു വന്നപ്പോൾ യൂദാസ് ശുദ്ധമായ അനുതാപം കൂടാതെ ലൗകിക ദുഃഖത്തിലേക്ക് നടന്ന് മരണത്തിലേക്ക് നീങ്ങി എന്ന് വ്യക്തമാണ്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു എന്ന തിരുവെഴുത്തിൽ പറയുന്നത് പോലെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണ് പത്രോസിനെ നയിച്ചതെന്നും യൂദാസിൽ മരണത്തെ ഉളവാക്കിയത് ലൗകിക ദുഃഖമാണ് എന്ന് വ്യക്തമാണ്. മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ നിന്ന് ഒറ്റിക്കൊടുക്കുവാൻ മേടിച്ച 30 വെള്ളിക്കാശ് മടക്കിക്കൊണ്ടുവന്ന ശേഷം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് തന്റെ അപരാധം ഏറ്റുപറഞ്ഞ് സമ്മതിച്ചപ്പോൾ യഹൂദന്മാർ അഹങ്കാരത്തോടെയും ക്രൂരതയോടെയും യൂദാസിനോട് പ്രതികരിച്ചത്, അതിന് ഞങ്ങൾക്കെന്ത്, അത് നീ തന്നെ നോക്കിക്കൊള്ളണം എന്നാണ്. യൂദാസ് ആ വെള്ളിക്കാശുകൾ ആലയത്തിൽ എറിഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി എന്നും അവൻ തനിക്കു തന്നെ മരണവിധി കൽപ്പിക്കുകയും തൂങ്ങി മരിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണ് നടുവേ പിളർന്നു, അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാസ് തലകീഴായി വീണു നടുഭാഗം പിളർന്നു, അവന്റെ കുടലെല്ലാം പുറത്തു ചാടി എന്ന് അവന്റെ മരണത്തിന്റെ രീതി വ്യക്തമാക്കുന്നു. ഇതിൽ നിന്ന് യൂദാസ് തൂങ്ങി മരിച്ച കയർ പൊട്ടിപ്പോയെന്നും വളരെ ഉയർന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഒരു കല്ലിലോ മരത്തിന്റെ കുറ്റിയിലോ നിന്നായിരിക്കാം അവൻ തൂങ്ങി മരിച്ചത് എന്നും, അഴുകിത്തുടങ്ങിയ ആ ജഡം കയറ് പൊട്ടി വീണപ്പോൾ വയറ് പൊട്ടി കുടൽ പുറത്തു വന്നു എന്ന ഈ വിവരണവുമായി യോജിക്കുന്നതായി മനസ്സിലാക്കാം. പുരോഹിതന്മാർ യൂദാസ് വലിച്ചെറിഞ്ഞ നാണയങ്ങളെ രക്തത്തിന്റെ വില, അതായത് ഒരാളെ വഞ്ചിച്ച് കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ധനം എന്ന് കണക്കാക്കി. അങ്ങനെ ആ നാണയങ്ങൾ ദേവാലയത്തിലെ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും സേവനത്തിനുമുള്ള വഴിപാടുകൾ നിക്ഷേപിക്കുന്ന സ്ഥലമായ ശ്രീഭണ്ഡാരത്തിൽ ഇടുന്നത് അയോഗ്യമായി കരുതിയതിനാൽ അന്യരും പരദേശികളുമായവരെ അടക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമായി കുശവന്റെ നിലം വാങ്ങി എന്ന് എഴുതിയിരിക്കുന്നു. കുശവന്റെ നിലം എന്നതുകൊണ്ട് വലിയ മൂല്യമില്ലാത്ത ഒരു നിലം എന്നതിനെ സൂചിപ്പിക്കുന്നു. അതിനെ രക്തനിലം എന്ന് പേരിട്ടു എന്നും ഇങ്ങനെ സംഭവിച്ചത് സെക്കറിയ പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നും
സക്കറിയ പ്രവചനം 11 അധ്യായം 12 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സക്കറിയ പ്രവചനം 11 അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കൂലി തരുവിൻ, ഇല്ലെന്ന് വരികിൽ തരേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ കൂലിയായി 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ടുകൊള്ളുക, അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായൊരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിൽ തന്നെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പുരോഹിതർ നൽകിയ അതേ പണം പുരോഹിതന്മാരുടെ അടുക്കലേക്ക് തിരികെ കൊണ്ടുപോയി മനസാക്ഷിയിൽ അതീവ ദുഃഖിതനായി ദേവാലയത്തിൽ എറിഞ്ഞു കളവാൻ നിർബന്ധിതനായി. എന്നാൽ പുരോഹിതന്മാരുടെ തീരുമാനത്തിൽ അത് ഭണ്ഡാരത്തിലിടാൻ വേണ്ടിയല്ല, മറിച്ച് അതുപയോഗിച്ച് കുശവന്റെ നിലം വാങ്ങുവാൻ ദൈവം ഇടയാക്കിയെന്നും അങ്ങനെ പ്രവചനം അതിന്റെ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടു എന്നും വ്യക്തമാണ്. 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നുവെന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. പീലാത്തോസിന്റെ മുമ്പാകെ ക്രിസ്തു ഹാജരാക്കപ്പെട്ടപ്പോൾ, നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന ചോദ്യത്തിന് ഞാൻ ആകുന്നു എന്ന് കർത്താവ് മറുപടി പറഞ്ഞെങ്കിലും തന്റെ നേരെ ഉയർത്തപ്പെട്ട കുറ്റങ്ങൾക്ക് ഒന്നും യേശു കർത്താവ് മറുപടി പറയാൻ തയ്യാറായില്ല എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവേശുവിന്റെ രാജ്യത്വം ഭൂമിയിലെ സാമ്രാജ്യങ്ങളിലേക്ക് പരിമിതപ്പെടുന്നില്ല എന്നും സകല പ്രപഞ്ചത്തിന്റെയും രാജാവാണെങ്കിലും ഇപ്പോൾ ദൈവത്തിന്റെ കൽപ്പന നിറവേറ്റുവാനെത്തിയ മിശിഹായായി പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ക്രിസ്തു തനിക്കെതിരെ ഉന്നയിച്ച ഒരു കുറ്റാരോപണത്തിനും പ്രത്യുത്തരം പറയാതെ നിൽക്കുന്നതിൽ യെശയ്യാ പ്രവചനം 53 അധ്യായം 7 വാക്യത്തിൽ വായിക്കുന്നത് പോലെ തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു എന്ന മിശിഹാ പ്രവചനത്തിന് നിവൃത്തി ആണിത് എന്ന് മനസ്സിലാക്കാം. ഇത് ക്രിസ്തുവിന്റെ പൂർണ്ണ വിധേയത്വത്തിന്റെയും ദൈവിക നിശ്ചയത്തിനോടുള്ള അനുസരണത്തിന്റെയും മറ്റൊരു ഉദാഹരണമാണ് എന്ന് വ്യക്തമാണ്. തനിക്കുമേൽ അന്യായമായി ദോഷം ചുമത്തപ്പെട്ടപ്പോഴും മനുഷ്യരുമായി വാദപ്രതിവാദം നടത്താൻ ശ്രമിക്കാതെ പിതാവിനോടുള്ള പൂർണ്ണ അനുസരണത്തിൽ തിരുവെഴുത്തുകളുടെ നിവൃത്തിക്കായി ക്രൂശിതനായി നമ്മുടെ പാപങ്ങൾ വഹിക്കേണ്ടതിന് കർത്താവ് സ്വയം ഒരു ത്യാഗമായി സമർപ്പിക്കുകയും അതിലൂടെ ദൈവത്തിന്റെ ഹിതം യേശു കർത്താവ് നിറവേറ്റുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.